പല പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ +2 പാസ്സായവരാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ എന്റെ കുട്ടികളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ടു. ഇപ്പൊ +2ന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ആർമിയുടെയും നേവിയുടെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പൊതുവിൽ വെളിയിലുള്ള ഒരു ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന ഒരു സംഭവമുണ്ട്. ഡിഫൻസിൽ പോയാൽ, ആർമിയിൽ പോയാൽ പ്രൊമോഷൻ ഡിഗ്രി കിട്ടി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇത് എന്താ പറഞ്ഞേ ഹയർ ഡിഗ്രി കണ്ടെങ്കിൽ നല്ല ഇത് കിട്ടും. അങ്ങനെ ഒരു മിഥ്യാധാരണ പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പൊ അത് തെറ്റാ. നിങ്ങൾക്കെങ്കിലും ഇത്തരത്തിലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു 10th അല്ലെങ്കിൽ +2 ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി. ഡിഫൻസ് ജോബിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ, അതായത് +2 സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അതൊക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ ടെക്നിക്കൽ നോൺ ടെക്നിക്കലിൽ ഇങ്ങനെ പോകാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ്. അപ്പോ 16 അല്ലെങ്കിൽ 17 വയസ്സ് മുതൽ ഒരു 20 വയസ്സിന് ഉള്ളിൽ വേണം നമുക്ക് ഡിഫൻസിൽ, അതായത് ആർമി, നേവി, എയർഫോഴ്സിൽ ചേരാൻ. അതായത് ഡിഫൻസ് മേഖലയിൽ ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിൽ നിങ്ങൾ നേരെ ഫോക്കസ് ചെയ്യുക ജോലിയിലേക്ക് മാത്രം ഫോക്കസ്, ഡിഫൻസിലേക്ക് മാത്രം ഫോക്കസ്. നിങ്ങൾക്ക് വളരെ ഇന്നിപ്പോ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും റെസ്പെക്റ്റീവ് ജോലികളിൽ ഒന്നാണ്. ഈ മേഖലയിലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ വേക്കൻസി ഒരുപാട് വേക്കൻസി, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിന് അനന്തമായ സാധ്യതയുണ്ട്. ഇതിനകത്ത് ചെന്നിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും പഠിക്കാം. അതിനെല്ലാം സ്പോർട്സ് പരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഡിഫൻസ് കയറുന്നത്. ഇതിനെല്ലാം അത്ലറ്റ് ആയാലും, ബോക്സിംഗ് ആയാലും, റെസ്ലിംഗ് ആയാലും, ഫുട്ബോൾ ആയാലും, കബഡി ആയാലും, ഇതിനെല്ലാം ഡിഫൻസ് ജോബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ അനന്തമായ സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ഇപ്പോഴും എന്റെ സ്ഥാപനത്തിൽ പറയുന്നത് ഒരു 10 മാസം, ഒരു 10 to 12 months, അതായത് ഒരു വർഷത്തിനുള്ളിൽ ജോലി വളരെ സിമ്പിൾ ആയിട്ട് അടിച്ചിടാവുന്നത്. അതിന് കഴിഞ്ഞ ശേഷം നിങ്ങൾ ധൈര്യത്തെ പഠിച്ചു.